എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 142. ഓക്കെ. Complete the illustration 6.2 by including the peculiarities of kingdoms, citing suitable examples. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ 6.2, അതായത് കിങ്ഡം ചിത്രീകരണം 6.2 പൂർത്തിയാക്കുക. എങ്ങനെയാണ്? കിങ്ഡങ്ങളുടെ സവിശേഷതകൾ, ഉദാഹരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട്. എങ്ങനെയാണ്? ഇൻക്ലൂഡിങ് ദ പെക്യൂലിയാരിറ്റീസ്. പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സവിശേഷതകൾ. അതുപോലെ തന്നെ എന്താണ്? എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് 2 ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ പേജ് നമ്പർ എടുത്ത് വെക്കണം കേട്ടോ. പേജ് നമ്പർ ഏതാണ്? 142 പേജ് എടുത്ത് വെച്ചിട്ട് നോക്കിയാലേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയാസ് ആർ പ്രൊക്രിയോട്ടസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക, ബാക്ടീരിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്കരിയോട്ടുകൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊക്രിയോട്ടസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? പ്രൊക്രിയോട്ടസ് ആർ ഓർഗാനിസംസ് ഹൂ സെൽ ലാക്ക് എ ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനൽസ്. അതായത് ഈ പ്രൊക്രിയോട്ടസ് എന്ന് പറയുന്നത് സൂക്ഷ്മ ജീവജാലങ്ങൾക്ക് എന്താണ്? സെല്ലിനകത്തുള്ള എല്ലാ ഓർഗൻസും അത് കൃത്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ എന്താണ്? ഹൂ സെൽസ് ലാക്ക് എ ന്യൂക്ലിയസ്, അവയ്ക്ക് ഒരു ന്യൂക്ലിയസും വ്യക്തവും സ്പഷ്ടവും കൃത്യവുമായിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള കോശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രൊക്രിയോട്ടസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്രിയോട്ടസ് ആണ്. അവയ്ക്ക് സെല്ലുകൾ കൃത്യമായി, സെല്ലിനകത്തുള്ള എല്ലാ ഓർഗൻസും കൃത്യമായിട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ന്യൂക്ലിയസും കൃത്യമായിട്ട് ഉണ്ടാവുകയില്ല. ഇനി രണ്ടാമതായിട്ട് ബാക്ടീരിയയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ബാക്ടീരിയ ഹാസ് എ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലിക്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് എന്താണുള്ളത്? ഒരു സെൽ വാള് ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ബാക്ടീരിയയുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലിക്കൻ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവയുടെ കോശഭിത്തിയിൽ ഉള്ള സാധനം എന്താണ്? പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കമ്മക്രോസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ എന്താണ്? പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് എ യൂണീക്ക് ലാർജ് മാക്രോ മോളിക്യൂൾ. ഇതൊരു ഒരു യൂണീക്ക്, പ്രത്യേക തരത്തിലും വലുതുമായിട്ടുള്ള ഒരു മാക്രോ മോളിക്യൂളാണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ഷുഗർ ആൻഡ് അമിനോ ആസിഡ്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഷുഗർ കൊണ്ടും അമിനോ ആസിഡിനാലുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഫോംസ് എ മെഷ് ലൈക്ക് ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ ബാക്ടീരിയൽ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ. അതായത് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനെ എന്ത് ചെയ്യുന്നു? അത് സറൗണ്ട് ചെയ്യുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാക്കുന്നതിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതും വളരെ യൂണീക്കുമായിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷുഗറിനാലും അമിനോ ആസിഡ് കൊണ്ടുമാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അതൊരു മെഷ് ലൈക്ക് ലെയറായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത് എന്താ ചെയ്യുന്നത്? സറൗണ്ട്സ് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനെയാണ് ഇത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ബാക്ടീരിയാസ് ആർ ഫൗണ്ട് എവരിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ബാക്ടീരിയ എവിടെയെല്ലാം കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയാസ് ആർ ഫൗണ്ട്, ബാക്ടീരിയയെ കാണപ്പെടുന്നു എവിടെയെല്ലാമാണ്? എവരിവെയർ ലൈക്ക് സോയിൽ, അതായത് എല്ലാ സ്ഥലത്തും. സോയിൽ മണ്ണിൽ കാണപ്പെടുന്നു, വാട്ടർ ജലത്തിൽ കാണപ്പെടുന്നു, ഇൻസൈഡ് അതർ ഓർഗാനിസം മറ്റ് ജീവജാലങ്ങളുടെ ഉള്ളിൽ കാണപ്പെടുന്നു. ഇനി 1-2 പ്രത്യേകത കൂടി, നമ്മളോട് സവിശേഷതകൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളായിട്ടൊരു സവിശേഷത കൂടി വേണമെങ്കിൽ എഴുതിക്കോ. ബാക്ടീരിയ ഹാവ് എ പ്ലാസ്മ മെമ്പറൈൻ. അതായത് ബാക്ടീരിയയ്ക്ക് എന്തുണ്ട്? അതിനൊരു പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പേര് പോയിട്ട് പ്ലാസ്മ മെമ്പറൈൻ എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മളൊരു പ്ലാസ്മ മെമ്പറൈൻ പഠിച്ചിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. എന്താണ് പ്ലാസ്മ മെമ്പറൈൻ? ഓൾസോ കോൾഡ് ദ സെൽ മെമ്പറൈൻ. അതിന് മറ്റൊരു പേര് പറയാവുന്നതാണ് സെൽ മെമ്പറൈൻ. അപ്പോൾ എന്താണത്? ഇറ്റ് ഈസ് ദ മെമ്പറൈൻ ഫൗണ്ട് ഇൻ ഓൾ സെൽസ് ദാറ്റ് സെപ്പറേറ്റ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സെൽ ഫ്രം ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു സെല്ലിനെ അതിൻ്റെ പുറത്തുള്ള അന്തരീക്ഷത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെയാണ് എന്ന് പറയുന്നത്? ഒരു ആവരണത്തെയാണ് മാറ്റി
മാറ്റി നിർത്തുന്ന ആവരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെല്ലിനെ അതിൻ്റെ പുറത്തുള്ള സെല്ലിൻ്റെ ആവരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഫോർ ബാക്ടീരിയ ആർ റൈസോബിയം ആൻഡ് വിബ്രോ കോളറ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബാക്ടീരിയയ്ക്കുള്ള ഒരു ഉദാഹരണം ഏതാണ്, റൈബോസിയവും അതുപോലെ തന്നെ വിബ്രിയോ കോളറയും ബാക്ടീരിയയ്ക്കുള്ള ഒരു നല്ല ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത് ആർക്കിയ എന്ന് പറയുന്ന ജീവജാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആർക്കിയ എന്ന് പറയുന്ന ആ പദാർത്ഥത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവനുള്ള അവയെക്കുറിച്ചാണ്. ഓക്കെ, ആർക്കിയയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ആർക്കിയ സാറ് എന്താണ്, പ്രൊക്രിയോട്ടസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രൊക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രൊക്രിയോട്ടസ് ആർ ഓർഗാനിസംസ് ഹൂസ് സെൽ ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗാനൽസ്. അതായത് പ്രൊക്രിയോട്ടസിന് എന്തില്ല, സെല്ലും സെല്ലിൻ്റെ ഓർഗൻസും ഇല്ല. സെല്ലിന് അകത്ത് എന്താ, ന്യൂക്ലിയസ്, കൃത്യമായിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ സെല്ലിനകത്തുള്ള എല്ലാ ഓർഗൻസും ഇല്ല. ആർക്കിയ സെൽ വാൾ ലാക്സ് പെപ്റ്റിഡോഗ്ലിക്കൻ. അതായത് ആർക്കിയസിൻ്റെ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്, അവ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആർക്കിയയുടെ സെല്ലിന് എന്താണ് അവിടെ നമ്മൾ ഇല്ല എന്ന് പറയുന്നത്, പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന ആ പദാർത്ഥം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി പെപ്റ്റിഡോഗ്ലിക്കൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുകയാണ്. അതൊരു മോളിക്യൂളാണ്, അതൊരു മൈക്രോ മോളിക്യൂളാണ്, ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഷുഗറും അമിനോ ആസിഡും കൂടി ചേർന്നതാണ്. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത്, ഫോം മെഷ് ലൈക്ക് ലെയർ ആണ്. ഇതൊരു മെഷ് ലൈക്ക് ഒരു ലെയറായിട്ട് എന്താണ്, ബാക്ടീരിയൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ്. ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആർക്കിയാസിന് എന്താണുള്ളത്, അതിന് ഒരു ലാക്സ് അവയ്ക്കില്ല, എന്ത്, പെപ്റ്റിഡോഗ്ലിക്കൻ എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആർക്കിയാസ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ് ലൈക്ക് ഹോട്ട് സ്പ്രിങ്സ്. ആർക്കിയ എവിടെയെല്ലാമാണ് കാണപ്പെടുന്നത്, എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്, അതായത് വളരെ കട്ടികൂടിയ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത്. ഏതെല്ലാം, ലൈക്ക് ഹോട്ട് സ്പ്രിങ്, അതായത് ചൂടുറവകളിലും നീരുറവകളിലും, സലൈൻ, അതായത് ഉപ്പുള്ള സ്ഥലത്തും ഒക്കെയാണ്. ഇനി അതിന് എക്സാമ്പിൾസ് ഫോർ ആർക്കിയാസ് ആർ തെർമോകോക്കസ് ആൻഡ് ഹലോ ബാക്ടീരിയം. അതായത് ഈ ആർക്കിയയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്, തെർമോകോക്കസും ഹലോ ബാക്ടീരിയവും അതിന് ഉദാഹരണമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമതായിട്ടുള്ളത് അനിമാലിയ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അനിമാലിയ സാറ് മൾട്ടി സെല്ലുലർ യൂക്രിയോട്ടിക് ഓർഗാനിസം. അനിമാലിയ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി സെല്ലുലർ യൂക്രിയോട്ടിക് ഓർഗാനിസമാണ്. ഓക്കെ, ഇൻ ദ ബയോളജിക്കൽ കിങ്ഡം അനിമാലിയ. അപ്പോൾ ബയോളജിക്കൽ കിങ്ഡം അനിമാലയിലുള്ള മൾട്ടി സെല്ലുലർ യൂക്രിയോട്ടിക് ഓർഗാനിസമാണ്. അപ്പോൾ ഈ യൂക്രിയോട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, യൂക്രിയോട്ടിക് ഓർഗാനിസംസ് ഹൂസ് സെൽ കണ്ടെയ്ൻസ് എ ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് ഈ യൂക്രിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവയ്ക്ക് എല്ലാവിധ സെല്ലിൻ്റെ അകത്തുള്ള എല്ലാ ഓർഗൻസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുക, മെംബ്രെയിനും ഉണ്ടായിരിക്കും, ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് അനിമൽസ് കൺസ്യൂം ഓർഗാനിക്കൽ മെറ്റീരിയൽസ് ബ്രീത്ത്. അതായത് പിന്നെ എന്താണ്, ചില വ്യത്യാസങ്ങൾ ഉപയോഗിച്ച് ഈ അനിമാലിയയിലുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഓർഗാനിസെ അവ ഭക്ഷിക്കുന്നു, അവ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ഓക്സിജനെ എടുക്കുന്നു. ദേ ഹാവ് മയോസൈറ്റസ്, അതായത് സെല്ലിനായിട്ടുള്ള മസിൽ സെല്ലുകളുണ്ട്. പിന്നെ എന്താണ്, ആൻഡ് ആർ ഏബിൾ ടു മൂവ്, അവയ്ക്ക് ചലിക്കുവാനായി സാധിക്കും. ആൻഡ് പ്രൊഡ്യൂസ് സെക്സ്വലി, അവയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട്, അതായത് പ്രത്യുൽപാദനം നടത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെ, സെക്സ്വലി പ്രത്യുൽപാദനം നടത്തുന്നു. എക്സാമ്പിൾസ് ഫോർ അനിമാലിയയ്ക്ക് ഉദാഹരണം ഏതാണ്, മനുഷ്യനും മൃഗങ്ങളും പല്ലികളും സ്പൈഡേഴ്സും ഫ്രോഗ്സും പീജിയൻസും വാഴമരവും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എന്താണ് പീജിയൻസ്, ക്യാറ്റ്സ്, ഡോഗ്, ഇവയെല്ലാം ഇതിനകത്ത് വരുന്നു. എല്ലാവിധ ജന്തു സാധനങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നവയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോസ്റ്റിസ്റ്റ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. പ്രോസ്റ്റിസ്റ്റ ഈസ് എ യൂക്രിയോട്ടിക് ന്യൂക്ലിയർ ഓർഗാനിസം, അതായത് യൂണിസെല്ലുലർ ഓർഗാനിസം. അപ്പോൾ എന്താണ് പ്രോസ്റ്റിസ്റ്റ എന്ന് പറയുന്നത്, എന്താണ്, യൂക്രിയോട്ടിക് ആണ്, യൂണിസെല്ലുലർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. യൂക്രിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെല്ലുകൾക്ക് എല്ലാവിധ സെൽ ഓർഗൻസും ഉണ്ടായിരിക്കും, ന്യൂക്ലിയസും ഉണ്ടായിരിക്കും. ജനറലി ഇറ്റ് ഈസ് അക്വാറ്റിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. ഇവയെ സാധാരണ പ്രോസ്റ്റിസ്റ്റയെ കാണപ്പെടുന്നത് എവിടെയാണ്, മൈക്രോ ഓർഗാനിക് ആണ്, അവ ജലത്തിലാണ് കാണപ്പെടുന്നത്. അക്വാറ്റിക് എന്ന് വെച്ചാൽ ജലത്തിലുള്ളതാണ്. ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ്, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. പ്രോസ്റ്റിസ്റ്റാസ് ആർ നോട്ട്
കൺസിഡേർഡ് പ്ലാന്റ്സ്, അനിമൽസ് ഓർ ഫ്ലംജെ. അതായത് ഈ പ്രൊക്രിയാറ്റസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവയെ പ്ലാന്റുകളായിട്ട് കണക്കാക്കിയിട്ടില്ല, അവയെ എന്തായിട്ട് കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അനിമൽസായിട്ട് കണക്കാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവയെ എന്ത് ചെയ്യുന്നു? ഫംജെ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫംഗസ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, പ്രോസ്റ്റീസ് ടു ഹാവ് എ കോംപ്ലക്സ് ലൈഫ് സൈക്കിൾ ദാറ്റ് ദേ മേ ഇൻക്ലൂഡ് ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ റീപ്രൊഡക്ഷൻ. അവയുടെ റീപ്രൊഡക്ഷനിൽ എന്തൊക്കെ നടക്കും? അത് സെക്സ്വൽ റീപ്രൊഡക്ഷൻ ആയിരിക്കാം, അസെക്സ്വൽ റീപ്രൊഡക്ഷനും, അതായത് സെക്സ് രൂപത്തിലും അവ റീപ്രൊഡ്യൂസ് ചെയ്യാം, സെക്സ് ഇല്ലാതെയും അവ റീപ്രൊഡ്യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് ഫോർ പ്രോട്ടിസ്റ്റ ആർ യുഗ്ലീന, ആംബിയോസ്, പാരാമീസിയം ആൻഡ് ഡയോട്ടോമസ്. ഇവയെല്ലാം എന്താണ്? പ്രോസ്റ്റിയസിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫംജെ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഫംഗസ് ഈസ് എനി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയാറ്റിക് ഓർഗാനിസം ദാറ്റ് ഇൻക്ലൂഡ് മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ഈസ്റ്റ്, മോൾഡ്സ് ആസ് വെൽ ആസ് മഷ്റൂംസ്. അപ്പോൾ അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഫംഗസ് എന്ന് വെച്ചാൽ എനി ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയാറ്റിക് ഓർഗാനിസം. അപ്പോൾ യുക്രിയോറ്റിക് ഓർഗാനിസം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇനി അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈസ്റ്റിന് പറയാം, മോൾസിന് പറയാം, മഷ്റൂമിന് പറയാം. ഓക്കെ, ദേ ഹാവ് എ പ്ലാസ്മ മെംബ്രെയിൻ. അവയ്ക്ക് എന്തുണ്ട്? ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, അവയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് കോംപ്ലിക്കേറ്റഡ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻഡോ മെംബ്രൈൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ് ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ? ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റം സെപ്പറേറ്റ് ദ സെൽ ഇൻ ടു ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ഓർ ഓർഗനൽസ്. അതായത് ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ സെല്ലിനകത്തുള്ള ഓരോ ഓർഗൻസിനെയും അത് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ട് തിരിക്കുന്നു. ഏതെല്ലാമായിട്ട്? ന്യൂക്ലിയസ് ആയിട്ട്, എൻഡോപ്ലാസ്മിക് റെക്ടോമായിട്ട്, ഗോഗ്ലി ആയിട്ട്, ലൈസോസോമായിട്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എക്സാമ്പിൾസ് ഫോർ ഫംഗസ് ആർ, അതായത് ഫംഗസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോൾസ്, മഷ്റൂംസ്, റസ്റ്റ്, സ്നോട്ട്സ്, മൈൽഡ്യൂസ് ആൻഡ് ഈസ്റ്റ്. ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം? അവയ്ക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് എന്നുള്ളതാണ്. ഓക്കെ, പ്ലാന്റ് ഓർ ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അവിടുത്തെ എന്തായാലും പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ പ്ലാന്റ്സ്. അതായത് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റുകളും, എല്ലാ വൃക്ഷങ്ങളെയും ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓൺ എർത്ത്. അതായത് ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും പ്ലാന്റിൻ്റെ കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസംസ് ഫ്രം സിംഗിൾ സെൽഡ് ഓർഗാനിസം ടു ജൈൻറ്റ് ട്രീസ്. അത് ഏകകോശമായിട്ടുള്ള പ്ലാന്റുകൾ മുതൽ ജൈൻറ്റ് വളരെ വലിയ ട്രീ വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. ദേ ആർ യുക്രിയോട്ടിക്, ഓട്ടോട്രോഫിക് ആൻഡ് ഹാവ് റിജിഡ് സെൽ വാൾ. അവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? യുക്രിയോട്ടിക് ആണ്. അതുപോലെ യുക്രിയോട്ടിക് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓട്ടോട്രോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവ സ്വന്തമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ആൻഡ് ഹാവ് റിജിഡ് സെൽ വാൾ. അവയ്ക്ക് കൃത്യമായിട്ടുള്ള സെല്ലിന് വാളുകളുണ്ട്. പ്ലാന്റ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ, എ ഗ്രീൻ പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പിഗ്മെൻറ്റ്, ഗ്രീൻ പിഗ്മെൻറ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റ് ഏതാണ്? പറയുന്ന പേരാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. പ്ലാന്റിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്കറിയാം, മീറ്റ്, മെയ്സ്, എന്താണ് പറയുന്നത്? വീറ്റ്, മെയ്സ്, റൈസ്, വാട്ടർ മില്ലൻ, കോക്കനട്ട് ട്രീ, അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റ്, ഓറൽസ് വാട്ട്, അരക്കനട്ട് ട്രീ, അങ്ങനെ വാട്ടർ മാംഗോ ട്രീ, എല്ലാ സാധനങ്ങളെയും നമുക്ക് പ്ലാന്റിനെ എക്സാമ്പിളായിട്ട് പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇലിസ്ട്രേഷൻ 6.2 എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. കിങ്ഡം ആൻഡ് ദെയർ പെക്യൂലിയാരിറ്റീസ്. വി വിൽ ഗോ ടു നെക്സ്റ്റ് ചാപ്റ്റർ.